വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പൊ ഞാൻ കുറേ ആയി വീഡിയോ ഒക്കെ ഇട്ടിട്ട്, എന്നാൽ ഇന്നിങ്ങനെ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു എന്തുകൊണ്ടൊരു വീഡിയോ ഇട്ടൂടാ, വെറുതെ ഇവിടെ ഇരിക്കുന്നില്ല, ഏതായാലും ലോക്ക്ഡൗണിലാണ്. അല്ലെങ്കിലും എനിക്ക് ലോക്ക്ഡൗൺ ആണ് കേട്ടോ, ഞാൻ എവിടെയും പുറത്തൊന്നും പോയിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കുറേ ഗെയിംസ് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് ബ്ലൈൻഡ് ടെസ്റ്റ് ആണ്. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എല്ലാവരും പറയുന്ന ഗെയിമാണല്ലോ, കണ്ണ് കെട്ടിയിട്ട് നമ്മൾ സ്മെല്ല് ചെയ്തിട്ട് ചിലപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം. എന്തായാലും നമുക്ക് കാണാൻ പറ്റില്ലല്ലോ, കാണാൻ പറ്റാണ്ട് അങ്ങനെ എടുത്തിട്ട് നോക്കുന്ന ആ ഗെയിം ഒത്തിരി ചാനലിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ നമ്മുടെ അടുത്ത് വലിയ വലിയ ഐറ്റംസ് ഒന്നും ഇല്ല, അടുക്കളയിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പം ഞാൻ കണ്ടിട്ടില്ല എന്തൊക്കെയാണ് എടുത്തു വെച്ചതെന്ന്. പ്രേമാണ് എല്ലാം എടുത്തു വെച്ചത്. അപ്പം എന്നെ അങ്ങോട്ടേക്ക് അടുപ്പിച്ചിട്ടില്ല. ഇനിയിപ്പം ഞാൻ അവിടെ പോയതിന് ശേഷം എൻ്റെ കണ്ണ് കെട്ടിയതിന് ശേഷം മാത്രമേ അടുക്കളയിൽ നിന്ന് ആ സാധനങ്ങൾ എടുത്ത് എൻ്റെ മുമ്പിൽ വെക്കൂ. എന്നിട്ട് ഞാൻ ഓരോന്നായിട്ട് എടുത്തിട്ട് പറയും. അത് നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഞാൻ അത് കളിക്കാനുള്ളൊരു ത്രില്ലാണ്. ആദ്യമായിട്ടാണ് വീട്ടിൽ ഞാനിങ്ങനെ ഒരു ഗെയിം കളിക്കുന്നത് തന്നെ. അതിൻ്റെ ഒരു ഹാപ്പിനെസ് വേറെയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലോക്ക്ഡൗൺ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഗെയിമൊക്കെ വെച്ച് അടിച്ചു പൊളിച്ച് അങ്ങനെയൊക്കെയുള്ള ഒരു റിലാക്സേഷൻ കിട്ടും. അപ്പം അങ്ങനെ അങ്ങ് പോകാമെന്ന് കരുതി. അത് കൂട്ടത്തിൽ അത് വീഡിയോ ആക്കിയിട്ട് ചാനലിലേക്ക് വിടാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് നേരെ ഗെയിമിലേക്ക് പോവാം. അപ്പം നമുക്ക് ഫസ്റ്റ് ആയിട്ട് കിട്ടിയത് ഈ ഐറ്റം. ഇത് നല്ല തണുപ്പുണ്ടല്ലോ. ഫ്രിഡ്ജിൽ നിർത്തിയാൽ ഇപ്പൊ ഫ്രിഡ്ജിൽ നിർത്തത് പച്ചക്കറിയാണെന്ന് ഉറപ്പാണ്. കാബേജ് നോക്കിക്കോ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സാധനമായിട്ട്, അതുകൊണ്ട് നമ്മൾ നല്ലോണം ക്യാച്ച് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഐറ്റം ഇതെന്തിങ്ങനെ ബോക്സിലല്ലോ. സോന പപ്പടി. ഏതായാലും കൊണ്ടച്ചല്ല. ഇതെല്ലാം എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നല്ലോ സാധനമല്ലേ. വേറെ സാധനം എടുത്ത് വെച്ചോടായിരുന്നു. ഇതൊരു സ്മെല്ലും വരുന്നില്ലല്ലോ പക്ഷെ ചെറിയൊരു തണുപ്പ് പോലെയും തോന്നുന്നുണ്ട്. ഫ്രിഡ്ജിനടുത്തല്ലേ? ഫ്രിഡ്ജിനടുത്താണ്. നമ്മള് സാമ്പാറിലെല്ലാം ഇടും. സാമ്പാറിലിടുവോ? ഉരുളക്കിഴങ്ങ് അല്ലേ? നോക്കിക്കോ. ബീട്രൂട്ട്. നമുക്ക് കിട്ടാത്ത സാധനം ഇവിടെ മാറ്റി വെക്കാം. അപ്പൊ എത്ര ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാവുമല്ലോ. ഇത് രണ്ടും ഞാൻ പെട്ടെന്ന് പറഞ്ഞു. ഇത് ഈസിയുള്ള സംഭവങ്ങളാണ്. ഇത് ഉരുളക്കിഴങ്ങ് ഷേപ്പ് വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് സ്മെല്ലും ഒന്നും ഇല്ലല്ലോ, കിട്ടിയില്ല. അതുകൊണ്ട് ഉരുളക്കിഴങ്ങാന്ന് കരുതി. ഇതിൽ ഞാൻ പൊട്ടി. ഇത് മുന്തിരിങ്ങ. ഇതിപ്പം ഞാൻ മേടുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. വേറെ ഇതുപോലത്തെ ചെറിയ ഫ്രൂട്ടൊന്നും ഇടയില്ല. ഇപ്പൊ മുന്തിരിങ്ങ. ഇതും ഞാൻ ഐഡന്റിഫൈ ചെയ്തു. കുപ്പിയോ? ഇത് കഴിക്കുന്നതാണോ അല്ലെങ്കിൽ വാഷിങ്ങിന് ഉപയോഗിക്കുന്ന ഇതാണോ? എന്തെങ്കിലും കഴിക്കാനാണല്ലോ. അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അല്ല, മണപ്പിച്ച് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നമുക്ക് എന്തായാലും പെട്ടെന്ന് കിട്ടുമല്ലോ. ചോക്ലേറ്റ് സിറപ്പ്. ചോക്ലേറ്റ് സിറപ്പാണ്. ചോക്ലേറ്റ് സിറപ്പ്. ഓക്കെ, ഞാനിത് അയക്കുന്നില്ല. അത് ഇപ്പുറ സൈഡിലേക്ക്. ഓക്കെ, സോറി. അപ്പൊ ഞാനിത് അങ്ങനെ കഴിക്കുന്നില്ല. നിങ്ങൾ അടുത്തത് എടുത്ത് വെച്ച്. ഇത് ഇത്രയും ചെറിയ സംഭവം എന്തോ കഴിക്കുന്ന തന്നെയാണ്. പക്ഷെ എനിക്ക് എന്തെന്നാന്ന് മനസ്സിലാവുന്നില്ല. ഇത് സ്മെല് ചെയ്യാനും പറ്റുന്നില്ലല്ലോ. സ്മെല്ലില്ലേ? കൊറോണ വേണ്ടാണോ? ഇല്ല, ഇതിന് പ്രത്യേകിച്ച് സ്മെല്ലൊന്നും വരുന്നില്ല. ഗസ് ചെയ്ത് നോക്ക്.
ഇത്രയും ചെറിയ ഐറ്റം ഇല്ല. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നെല്ലിക്ക കിട്ടേണ്ടതേനും മിസ്സായി. ഉള്ളി. ഉള്ളി നല്ല ഈസി ആയിട്ടുള്ള മുട്ട. മുട്ടയാ. ഇപ്പുറത്തെ സൈഡിൽ വെക്കടോ. ഓ സോറി. ഇത് പച്ചക്കറിയാണ്, ഷുവറാണ്. മറ്റേ മുള്ളങ്കിയാണോ? അല്ല, തെറ്റി. പിന്നെ മുല്ലങ്കി പോലെ തന്നെയുള്ളൊരു സാധനം. മുല്ലങ്കി തെറ്റിക്കല്ലേ? മുല്ലങ്കി തന്നെയാ? അല്ലല്ല, മുല്ലങ്കി അല്ല. അത് ഇതിനും സ്മെല്ലൊന്നും കിട്ടുന്നില്ലല്ലോ. അത് ഫ്രിഡ്ജിൽ നിർത്തുകൊണ്ടായിരിക്കും. എന്ത് കറിയിൽ യൂസ് ചെയ്യുന്ന? ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയേണ്ടി വരും. സാമ്പാറില് വെണ്ടയ്ക്കല്ല, മുല്ലങ്കിയല്ല, ക്യാരറ്റ്. ക്യാരറ്റ്. അത് കിട്ടിയിട്ടില്ലല്ലോ. ആദ്യം മുല്ലങ്കി എന്നല്ലേ ഇനി പറഞ്ഞത്, പിന്നെ എങ്ങനെ ഇനി അടക്കൊണ്ട് വെക്കുക? സോറി ഞാൻ തന്നെ വെച്ചു. ശരി. ഇതിന്റെ സ്മെല്ലൊന്നും കിട്ടുന്നില്ല. തക്കാളി ഒറ്റയടിക്ക് അങ്ങ് തിന്നാ സ്മെല്ല് വരുന്നില്ല. പക്ഷെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നേ ആദ്യമേ തക്കാളി തന്നെ ആയിരിക്കും എന്നുള്ളത്. ആ ഒരു ഷേപ്പില് അതാ ഞാൻ ധൈര്യത്തോടെ കഴിച്ചത്. ഓക്കെ, ഇതെന്താ സാധനം? ഇത് ഇഞ്ചി പൊളിച്ചു വെച്ചത് നന്നായിട്ടാണോ? അല്ല, അല്ലേ, പണ്ടിട്ട്. ഇത് കൈമേൽ ഇങ്ങനെ പറ്റുന്നുണ്ടല്ലോ. പുളി. ആദ്യമേ സ്മെല് ചെയ്തിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. ഞാൻ വെറുതെ കയ്യിൽ തന്നെ ഇങ്ങനെ ഞെക്കി നോക്കി. ഓക്കെ, പുളി. മുളക്. ഉണക്കമുളക്. റെഡി. ഇത് എന്തോ പയറ് വർഗങ്ങളാ. കൊറേ ഐറ്റംസ് മിക്സ് ആക്കിയതാണോ? എല്ലാം ഒരൊറ്റ ഐറ്റേ ഉള്ളൂ. ഇത്രയും ചെറിയ ഐറ്റം ആയതുകൊണ്ട് ചെറുപയറായിരിക്കും അല്ലേ? ചെറുപയർ. അപ്പൊ നമ്മളെ ഗെയിം കഴിഞ്ഞു. എനിക്ക് കുറെ ഐറ്റംസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റീനി. അപ്പൊ ഞാൻ വിജയിക്കുക തന്നെ ചെയ്തല്ലേ ഫ്രണ്ട്? ആകെ 3 ഐറ്റംസ് മാത്രമേ എനിക്ക് കിട്ടാണ്ടുള്ളൂ. ഇത് ഈ 3 ഐറ്റംസ്, ക്യാരറ്റും നെല്ലിക്കും ബീട്രൂട്ടും. സത്യം പറയാലോ, ഞാനിങ്ങനെ ഓരോരുത്തർ കളിക്കുന്ന കാണുമ്പോൾ ഇത്രയും എന്താ പറയുക, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഈ സാധനങ്ങളൊക്കെ കണ്ണു കിട്ടിയാൽ എന്താ മനസ്സിലാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സംഭവം സത്യമായിട്ടോ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ഇത്. കാരണം സ്മെല്ല് ചെയ്യാൻ പറ്റുന്നില്ല ഇത്. ബാക്കിയൊക്കെ ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, സ്മെല്ല് ചെയ്ത് പറ്റുന്നുണ്ട്. ചിലത് നമുക്ക് പെട്ടെന്ന് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഈ മുളക്, മുന്തിരി, മുട്ടയൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഈ ഐറ്റംസ് എനിക്ക് ഇത് ഉരുളക്കിഴങ്ങ് എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. കാരണം ഏകദേശം അതേ ഷേപ്പ് നമുക്ക് സ്മെല്ല് കിട്ടുന്നില്ലായിരുന്നു. കൊറോണ ഒന്നല്ല കേട്ടോ, സ്മെല്ല് കിട്ടായി തന്നെ. ഇതിന് സ്മെല്ല് പ്രത്യേകിച്ച് അങ്ങനെ സ്മെല്ലൊന്നും ഇല്ലല്ലോ. പിന്നെ ക്യാരറ്റ്, നെല്ലിക്ക. അപ്പൊ ഇതും സ്മെല്ല് ചെയ്തിട്ട് എനിക്ക് പറയാൻ പറ്റിയില്ല. അപ്പൊ രൂപം കൊണ്ടു ഇത് ഞാൻ മുള്ളങ്കി എന്നായിരുന്നു പറഞ്ഞത്. മുള്ളങ്കി എല്ലാവരും നാട്ടിലും അത് തന്നെയാണോ പറയാന്നറിയില്ല. നമ്മള് ഒരു പച്ചക്കറി ഉണ്ട് മുള്ളങ്കി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന ഇതേ ഷേപ്പ് തന്നെയാണ്, അത് വൈറ്റ് കളറിലുള്ള.
അപ്പോൾ ഞാൻ അതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇത് മൂന്നുമാണ് എന്നെ ചതിച്ചത്. അപ്പോൾ ടോട്ടല് 1 2 3 4 5 6 7 8 9 10 10 ഐറ്റംസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 3 ഐറ്റംസ് മാത്രമേ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാണ്ടുള്ളൂ. അപ്പോൾ ഈ ഗെയിം കുറച്ച് സക്സസ് തന്നെയാണ് എനിക്ക് അല്ലേ. ഇത് സ്മെല് ചെയ്യാൻ പറ്റായിട്ടല്ലേ അപ്പറേ. അപ്പോൾ ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഈ നമ്മളെ ചെറിയൊരു ഗെയിം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, അല്ലെങ്കിൽ ഞാൻ മുളക് തീറ്റിക്കും. ഓക്കെ, താങ്ക് യു.